സുദീർഘങ്ങളായ 16 നൂറ്റാണ്ടുകളിലായി 40-ലധികം തലമുറകളിലെ സാമൂഹ്യ സാംസ്കാരിക വ്യതിയാനങ്ങളുടെ ആഘാതം അല്പം പോലും ഏൽക്കാതെ ഒരുമിച്ചിരുന്ന് എഴുതിയതുപോലെ അത്ഭുതകരമാണ് ഇതിന്റെ രചന. കൂടുതൽ എഴുത്തുകാരും അന്യോന്യം അടുത്തറിയാത്തവർ ആയിരുന്നിട്ട് പോലും ആശയ വൈരുദ്ധ്യങ്ങളില്ലാതെ എഴുതിയതിന്റെ കാരണം വിശുദ്ധ ബൈബിളിന്റെ ഗ്രന്ഥകാരൻ സർവശക്തനായ ദൈവം ആയതിനാലാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ എഴുത്തുകാരിൽ രാജാക്കന്മാർ, മന്ത്രിമാർ, സൈന്യാധിപന്മാർ, ശാസ്ത്ര നിപുണർ, പ്രവാചകന്മാർ, ആട്ടിടയൻ, കാട്ടത്തിപ്പഴം പെറുക്കുന്നവൻ, കർഷകൻ, മുക്കുവന്മാർ, നികുതി പിരിവുകാർ, കളക്ടർ, ഡോക്ടർ ആദിയായവർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ നിർധനരും ധനികരും, പണ്ഡിതനും പാമരനും, പരിഷ്കാരികളായ പട്ടണവാസികളും സാധാരണക്കാരായ ഗ്രാമവാസികളുമുണ്ട്. പൗരാണിക ഈജിപ്ഷ്യൻ വിജ്ഞാനവും സംസ്കാരവുമെല്ലാം ആവോളം ആർജിച്ച ദൈവഭക്തനായ മോശ BC 1500 സീനായി മലയുടെ അടിവാരത്തിൽ വെച്ചാണ് പരിശുദ്ധാത്മ പ്രേരിതനായി ബൈബിൾ രചന സമാരംഭിച്ചത്. പിന്നെ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ ബൈബിൾ രചന തുടർന്നു. ലോകത്തിലെ സാമ്രാജ്യങ്ങളായി ഉദയം ചെയ്തിട്ടുള്ള ഈജിപ്ത്, കൽദയ, ഇസ്രയേൽ, സോർ സിദോൻ, സിറിയ, അസീറിയ, ബാബലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, റോമ എന്നിവയെപ്പറ്റിയുള്ള രേഖകളും വിവിധ രാജാക്കന്മാരുടെയും രാജ്യങ്ങളുടെയും ഉദയാസ്തമനങ്ങളെക്കുറിച്ചുള്ള പ്രതിവാദങ്ങളും കുറ്റമറ്റതാണ്. അന്ത്യകാലത്ത് ലോകരാഷ്ട്രങ്ങൾക്കുണ്ടാകുവാൻ പോകുന്ന ഗതിവിഗതികളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും ഭീകരവാദങ്ങളെക്കുറിച്ചും മാരക രോഗങ്ങളെക്കുറിച്ചും കരയിലും കടലിലും പ്രപഞ്ചത്തിലും നടക്കുവാൻ പോകുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചും വരുവാനുള്ള ഏകലോക ഗവൺമെന്റിനെക്കുറിച്ചും അഖില ലോകാധിപതിയുടെ രംഗപ്രവേശനത്തെക്കുറിച്ചും വളരെ കൃത്യമായി മുൻകൂട്ടി ബൈബിൾ പ്രസ്താവിക്കുന്നു. BC 286 എബ്രായ ഭാഷയിലുള്ള ബൈബിൾ ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് ലോകത്തിൽ ആദ്യം തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച വലിയ ഗ്രന്ഥം എന്ന പേര് നേടി. ആഫ്രിക്കയിലെ അലക്സാൻഡ്രിയയിൽ താമസിച്ചിരുന്ന എബ്രായ ഭാഷ വശമില്ലാതിരുന്ന യഹൂദന്മാർക്ക് വേണ്ടി എബ്രായ ഭാഷയിലുള്ള പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഈ ബൈബിളിനെ സെപ്റ്റുജിന്റ് ഭാഷാന്തരം എന്ന് പറയുന്നു. AD 405 ജെറോം എന്ന ഭക്തനായ പണ്ഡിതൻ ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. AD 1263 കാർഡിനൽ ഹ്യൂഗോ എന്ന വ്യക്തി മുഴു ബൈബിൾ അധ്യായങ്ങളായി തിരിച്ചു. അതിനുശേഷം 1381 ജോൺ വിക്ലിഫ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ആദ്യമായി മുഴുവേദപുസ്തകം തർജ്ജമ ചെയ്തു. 1550 സർ റോബർട്ട് സ്റ്റീഫൻ ബൈബിളിനെ വാക്യങ്ങളായി തിരിച്ചു. 1440 ജർമ്മൻകാരനും തികഞ്ഞ ദൈവഭക്തനുമായിരുന്ന ഗുട്ടൻബർഗ് അച്ചടി വിദ്യ കണ്ടുപിടിക്കുകയും ബൈബിൾ അച്ചടിക്കുകയും ചെയ്തു. അങ്ങനെ ലോകത്തിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം എന്ന പേര് ബൈബിളിന് ലഭിച്ചു. 1611 കിങ് ജെയിംസ് ബൈബിൾ പ്രസിദ്ധീകരിച്ചു. ഭാരതത്തിൽ ആദ്യം ബൈബിൾ ഭാഷാന്തരം ചെയ്തത് 1714 തമിഴ് ഭാഷയിലാണ്. 1793 ബംഗാളി ഭാഷയിലും വിവർത്തനം ചെയ്തു. 1811 സുറിയാനി ഭാഷാ പണ്ഡിതരായിരുന്ന കായംകുളം ഫിലിപ്പോസ് റമ്പാനും പുലിക്കോട്ടിൽ ജോസഫ് മൽപ്പാനും ചേർന്ന് 4 സുവിശേഷങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഡോക്ടർ ക്ലൗഡിയസ് ബുക്കാന്റെ പരിശ്രമഫലമായി ഈ വിവർത്തനം ബോംബെയിലെ അരിയർ പ്രസിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. 1842 ചാത്തുമേനോൻ, വൈദ്യനായ്ക്കർ, മോശ ഈസർഫദി എന്നിവരുടെ സഹായത്തോടെ വിദേശ മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി മുഴു ബൈബിൾ പരിഭാഷപ്പെടുത്തി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. വടക്കൻ മലബാറിലെത്തിയ ബാസൽ മിഷണറി ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് 1854 പുതിയ നിയമവും 1859 പഴയ നിയമവും പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചു. പിന്നീട് ബെഞ്ചമിൻ ബെയ്ലിയുടെയും ഹെർമൻ ഗുണ്ടറ്റിന്റെയും പരിഭാഷകൾ പരിഷ്കരിച്ചും സമന്വയിപ്പിച്ചും ബൈബിൾ സൊസൈറ്റിയുടെ മദ്രാസ് ഓക്സിലറിയുടെ നേതൃത്വത്തിൽ 1880 പുതിയ നിയമവും 1910 സമ്പൂർണ്ണ ബൈബിളും പ്രസിദ്ധീകരിച്ചു. അതാണ്
ഇന്ന് നാം ഉപയോഗിക്കുന്ന സത്യവേദപുസ്തകം. ഈ സത്യവചനം അഭിമുഖീകരിച്ചിട്ടുള്ളതുപോലെ എതിർപ്പുകളും വെല്ലുവിളികളും മറ്റൊരു ഗ്രന്ഥവും അഭിമുഖീകരിച്ചിട്ടില്ല. രാജാക്കന്മാരും അധികാരികളും നിരീശ്വരന്മാരും യുക്തിവാദികളും ഒരുപോലെ ഭ്രാന്തവും ക്രൂരവുമായി ഇതിനെ നശിപ്പിക്കുവാൻ പടപൊരുതി. കാലാകാലങ്ങളിൽ ബൈബിളിനെ ഉന്മൂലനം ചെയ്യുവാൻ ദുഷ്ടശക്തികൾ ഉണർന്നുവന്നെങ്കിലും അതിനായി അവർ നിവർന്നു നിൽക്കും മുമ്പേ തറപറ്റി വീണടിഞ്ഞു. അടുത്ത തലമുറയിൽ ബൈബിൾ എന്ന ഗ്രന്ഥം വല്ല പുരാതന ലൈബ്രറികളിലോ മ്യൂസിയങ്ങളിലോ മാത്രമേ കാണുകയുള്ളൂ എന്ന് വീമ്പിളക്കിയ ഫ്രഞ്ച് താത്വികനായിരുന്ന വോൾട്ടയർ കാലചക്രത്തിനിടയിൽ എവിടെയോ അമർന്നുപോയി. മനുഷ്യന്റെ വാക്കുകൾക്കനുസരിച്ച് ന്യായം വിധിക്കുന്ന സർവശക്തനായ ദൈവം വോൾട്ടയറിന്റെ വീട് ലക്ഷക്കണക്കിന് ബൈബിൾ കോപ്പികൾ അച്ചടിച്ചിറക്കുന്ന പുസ്തകശാലയാക്കി മാറ്റി. ഇന്ന് ഈ വീട് ജനീവ ബൈബിൾ സൊസൈറ്റിയുടെ ആസ്ഥാനമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിംഗ്ടൺ പറഞ്ഞത് ബൈബിൾ ഇല്ലാതെ ലോകത്തെ ഭരിക്കുവാൻ കഴിയുകയില്ല എന്നാണ്. ഇന്ത്യയിലെ പ്രസിദ്ധരായ സ്വാമി വിവേകാനന്ദൻ, നിത്യ ചൈതന്യയതി, സുകുമാർ അഴീക്കോട്, മഹാത്മാഗാന്ധി, സുഗതകുമാരി, ജി ശങ്കരക്കുറുപ്പ്, ONV കുറുപ്പ്, സച്ചിദാനന്ദൻ, ശ്രീധരൻ എന്നിവർ ബൈബിൾ പാരായണം ചെയ്തവരിൽ ചിലരാണ്. നരഭോജികളെ നരസ്നേഹികളും പാമരന്മാരെ പണ്ഡിതന്മാരും ക്രൂരരെ കുഞ്ഞാടുകളെ പോലെയും എവിടെയും മാറ്റത്തിന്റെ ശംഖുനാദം മുഴക്കി ഈ വചനം മുന്നേറുന്നു. കാരണം ഇത് ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്. ദൈവവചനത്തെക്കുറിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ജീവിപ്പിക്കുന്ന വിത്തിനോടും ഇരുളടഞ്ഞ പാതയിൽ കാലുകൾക്ക് വെളിച്ചം നൽകുന്ന വിളക്കിനോടും ആത്മീക വളർച്ചയ്ക്കുതകുന്ന മായമില്ലാത്ത പാലിനോടും ഇരുവായ്ത്തലയുള്ള വാളിനോടും ആർക്കും തകർക്കുവാൻ കഴിയാത്ത ഉറപ്പുള്ള പാറയോടും ദഹിപ്പിക്കുന്ന അഗ്നിയോടും സ്വയം കാണുവാൻ സഹായിക്കുന്ന കണ്ണാടിയോടും പാറയെ തകർക്കുന്ന ചുറ്റികയോടും മധുരിപ്പിക്കുന്ന തേനിനോടും ശുദ്ധീകരിക്കുന്ന വെള്ളത്തോടും അനുഗ്രഹം നൽകുന്ന മഞ്ഞിനോടും മഴയോടും ഉപമിക്കുന്നു.